കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 6.0യുടെ ഭാഗമായി ഡെഗ്ല 136, അതായത് നമ്മളുടെ BCom-G, BBA, PCA, BA, MSM ഇവർക്കെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ്, ഇംഗ്ലീഷിന്റെ പേപ്പറാണ് ഡെഗ്ല 136 എന്ന് പറയുന്നത്. ഡെഗ്ല 136ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. നമുക്ക് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെഗ്ല 136 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്നാണ് ആ പേപ്പറിന്റെ നെയിം വരുന്നത്. ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് നമ്മുടെ ഈ ലാംഗ്വേജിന്റെ ഇംഗ്ലീഷിന്റെ പേപ്പറാണ്. അതിൽ തന്നെ നമുക്ക് പല പേപ്പേഴ്സും നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്, ഇംഗ്ലീഷ് ഇൻ വർക്ക് പ്ലേസ്, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിൽ ഉള്ള ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെല്ലാം നമ്മൾ കവർ ചെയ്യണമെന്നുള്ളത് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. നമുക്ക് നിലവിൽ ഇതിനകത്ത് നമ്മൾ നോർമൽ മറ്റ് സബ്ജക്റ്റിന്റെ രീതിക്ക് പോലെ തന്നെ ഈ ഒരു ഡെഗ്ല 136നും നമ്മൾ സിലബസ് മാപ്പിങ്ങും എക്സാം പാറ്റേൺസും എല്ലാ കാര്യങ്ങളും ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യനും എല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടീസ് സെറ്റ്സ്, അതായത് നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി 2 സെറ്റ് നമുക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചേർഡ് ആൻസർ ടൂൾ കിറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് നമുക്കൊന്ന് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാം പാറ്റേൺസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. അതിന് എക്സാം പാറ്റേൺസ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഈ ഒരു സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന് എന്ന് പറയുന്നത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഒരു 3 അവേഴ്സ് 3 അവേഴ്സ് എന്ന രീതിയിൽ തന്നെയുള്ള ഡ്യൂറേഷൻ ആണ് വരുന്നത്. യൂഷ്വലി ഇതിന് 8 ക്വസ്റ്റ്യൻസ് കാണും. അതിൽ നിങ്ങൾ ആൻസർ 85 എന്ന രീതിയിലാണ് സാധാരണ ചോദിച്ച് കാണുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നെങ്കിൽ 10 മാർക്സ് അല്ലെങ്കിൽ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇത് പൊതുവെ കണ്ടുവരുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാധാരണ മാച്ച് കോളം എയും കോളം ബിയും തമ്മിൽ മാച്ച് ചെയ്യാനുള്ള മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വന്ന് കാണുന്നത്. അപ്പിയർ 7 ഓഫ് 8, അതായത് നമുക്ക് എന്താണ് വൊക്കാബുലറി അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കും അതിനകത്ത് കൂടുതൽ 10 മാർക്സ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ മേക്ക് സെന്റൻസ് വിത്ത് ഫോളോയിങ് വേർഡ്സ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് വേർഡ്സ് വന്നിട്ട് അതിൽ നിന്ന് സെന്റൻസ് മേക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും സാധാരണ ചോദിച്ചു കാണാറുണ്ട്. പിന്നെ ആക്റ്റീവ് ടു പാസീവ് വോയിസ്, അതായത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് സാധാരണ വന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ടോട്ടൽ നമ്മുടെ ഇത്രയും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 35% ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നത് ലെറ്റേഴ്സ്, ഇന്റർവ്യൂ, പ്രസന്റേഷൻ അങ്ങനെയുള്ള ഭാഗവും, പിന്നെ അതേപോലെ 20% ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന വൊക്കാബുലറി പോർഷനിൽ നിന്നും, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും വരാറുണ്ട് 20%. പിന്നെ 15% ഓഫ് ക്വസ്റ്റ്യൻ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടും 10% നമ്മുടെ CV അല്ലെങ്കിൽ സ്പീച്ച് എന്ന രീതിയിലാണ് ഇതുവരെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് സിലബസ് മാപ്പ്, അല്ലെങ്കിൽ നമുക്ക് സിലബസിന്റെ ബേസിസിൽ ഹൈ ഈൽഡും ലോ ഈൽഡും കാര്യങ്ങൾ നോക്കും. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഹൈ ഈൽഡ് എന്നും, ഇനി അല്ല വന്നിട്ടുണ്ട് എന്നാൽ എല്ലാ ക്വസ്റ്റ്യൻസിലും അല്ല, പക്ഷെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മീഡിയം ഈൽഡ് എന്നും, ഏറ്റവും കുറവ് പ്രാവശ്യം വന്നിട്ടുള്ള റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസിനെ ലോ ഈൽഡും എന്ന രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ നമ്മുടെ സിലബസ് ഒന്ന് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നോക്കിക്കഴിഞ്ഞാൽ
പ്രൊഫൈലിംഗ് വൺ സെൽഫ് ഫോർ ദ ജോബ്, അതിന്റെ പോർഷനിൽ നിന്ന് 2 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് ലോ ഈൽഡ് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ആ ഒരു ടോപ്പിക്ക്. ദെൻ യൂണിറ്റ് 2 നോക്കിക്കഴിഞ്ഞാൽ സെർച്ചിങ് ഫോർ എ ജോബ് 7 പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹൈ ഈൽഡ് ടോപ്പിക് ആണ്, ഇമ്പോർട്ടന്റ്, അതായത് റിപ്പീറ്റിംഗ് നേച്ചർ കാണുന്ന ഒരു ടോപ്പിക് ആണ്. യൂണിറ്റ് 3 റെസ്പോണ്ടിങ് ടു ജോബ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് 3 പ്രാവശ്യം ചോദിച്ചിട്ട് 3 സ്റ്റാർ ആണ് വരുന്നത്. നമുക്ക് ഹൈ കാറ്റഗറിയാണ്, 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പയറിംഗ് ഫോർ ജോബ് യൂണിറ്റ് 4 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം കാറ്റഗറി വരുന്ന രീതിയിലുള്ള ടോപ്പിക് ആയിട്ട് പറയാം. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 യൂസിംഗ് ബോഡി ലാംഗ്വേജ് എഫക്റ്റീവ്ലി 6 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹൈ ഈൽഡ് ടോപ്പിക് ആയിട്ട് പറയാൻ പറ്റും. യൂണിറ്റ് 6 പോർട്ട്ഫോളിയോ മേക്കിംഗ് 4 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അതിനെ മീഡിയം ഈൽഡ് ആയിട്ട് പറയാം. റൈറ്റിംഗ് യുവർ CV അത് നമുക്ക് യൂണിറ്റ് 7 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹൈ ഈൽഡ് ടോപ്പിക് ആയിട്ട് തന്നെ പറയാൻ പറ്റും. ദെൻ അതേപോലെ യൂണിറ്റ് 8 പ്രിപ്പയറിംഗ് ടു ഫേസ് ആൻഡ് ഇന്റർവ്യൂ അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്കത് ഹൈ ഈൽഡ് ടോപ്പിക് ആയിട്ട് പറയാം. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 എഡ്യൂക്കേറ്റ് കൾച്ചറൽ അവയർനെസ് ആൻഡ് ജെൻഡർ പെർസെപ്ഷൻസ് അത് നമുക്ക് ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 10 അണ്ടർസ്റ്റാൻഡിംഗ് കസ്റ്റമേഴ്സ് 3 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്, മീഡിയം കാറ്റഗറി വരുന്നു. യൂണിറ്റ് 11 എസെൻഷ്യൽസ് ഓഫ് കസ്റ്റമർ സർവീസ് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 12 വർക്ക് എത്തിക്സ് നമുക്ക് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ ഈൽഡ് ടോപ്പിക് എന്ന രീതിയിൽ പറയാം. യൂണിറ്റ് 13 പാർട്ടിസിപ്പേറ്റിംഗ് ഡിസ്കഷൻസ് അത് ബ്ലോക്ക് 4 ആണ്, 2 പ്രാവശ്യമേ നിലവിൽ ഇതുവരെ ചോദിച്ചു കാണുന്നുള്ളൂ. ലോ കാറ്റഗറി വരുന്ന പോലെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. യൂണിറ്റ് 14 മേക്കിംഗ് പ്രസന്റേഷൻസ് 8 പ്രാവശ്യമാണ്, നമുക്ക് ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ദെൻ റൈറ്റിംഗ് ബിസിനസ് ലെറ്റേഴ്സിലെ 15ാമത്തെ യൂണിറ്റ് ആണ്, അതിനകത്ത് 8 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്, ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 16 റൈറ്റിംഗ് ബിസിനസ് ഇമെയിൽസ് 2 പ്രാവശ്യമാണ്, ലോ റേഞ്ച് വരുന്ന അല്ലെങ്കിൽ ലോ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഇത്രയുമാണ് നമ്മുടെ സിലബസ് ബേസ് ആയിട്ടുള്ള അതിന്റെ റിപ്പീറ്റേഷൻസും കാര്യങ്ങളും വരുന്നത്. ആ ഒരു അനാലിസിന്റെ ബേസിസിൽ ടോപ്പ് 5 ആയിട്ട് വരുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മേക്ക് സെന്റൻസ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, പ്രസന്റേഷൻ ഔട്ട്ലൈന്, ദെൻ ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വരുന്ന സെറ്റ് വരുന്നത്, ദെൻ അതേപോലെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ആക്റ്റീവ് ടു പാസീവ് വോയിസ് എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ഇത് ഇത്രയുമാണ് സാധാരണ ഇതുവരെ ചോദിച്ചു കാണുന്നതിലെ മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പ് 5 ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് മേക്ക് സെന്റൻസസ്, പ്രസന്റേഷൻ ഔട്ട്ലൈൻ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് സെറ്റ്, ദെൻ അതേപോലെ തന്നെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ, ആക്റ്റീവ് ടു പാസീവ് ക്വസ്റ്റ്യൻ. ദെൻ നമുക്കൊരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാം. അതായത് ഈ അനാലിസിന്റെ ഒക്കെ ബേസിസിൽ നമുക്ക് പഠിക്കേണ്ട ഒരു സാമ്പിൾ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സെഷൻ ആണ്. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് സെർച്ചിങ് ഫോർ എ ജോബ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെർച്ചിങ് ഫോർ ജോബിനകത്ത് 2 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് ചേഞ്ചിങ് ടേം ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. 5 സെന്റൻസ് നമുക്ക് തരും, അതിന് ഓരോ മാർക്ക് വെച്ച് 5 മാർക്ക് വരുന്ന രീതിയിലായിരിക്കും ആക്റ്റീവിനെ പാസീവ് ആക്കാൻ വേണ്ടി. മോസ്റ്റ് റിപ്പീറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ആക്റ്റീവ് ടു പാസീവ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ക്രിയേറ്റീവ് ജോബ് ഹണ്ടിങ്, എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്, റൈറ്റ് എ ഷോർട്ട് നോട്ട്, എ ക്രിയേറ്റീവ് അപ്രോച്ച് ടു ജോബ് സീക്കിംഗ്. ദെൻ സെക്കൻഡ് ടോപ്പിക് വരുന്നത് യൂസിംഗ് ബോഡി ലാംഗ്വേജ് എഫക്റ്റീവ്ലി. എന്നതും 2 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഡിസ്കസ് ഹൗ ബോഡി ലാംഗ്വേജ് ക്യാൻ ബി യൂസ്ഡ് എഫക്റ്റീവ്ലി ഡ്യൂറിംഗ് ഇന്റർവ്യൂസ്, ബോഡി ലാംഗ്വേജ് ഡ്യൂറിംഗ് എ ഇന്റർവ്യൂ എന്ന രീതിയിൽ. ദെൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കാണുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പോർഷൻ എന്ന് പറയുന്നത് റൈറ്റ് എ സ്പീച്ച് അറൌണ്ട് 150 വേർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഓൺ എ ഗിവൺ ടോപ്പിക്, എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ആൻഡ് ചൂസിംഗ് ദ റൈറ്റ് കരിയർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ലൈഫ്. സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ്. ദെൻ വരുന്നത് കൾച്ചറൽ അവയർനെസ് ആൻഡ് ജെൻഡർ പെർസെപ്ഷൻസ്. 2 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിലെ ഫസ്റ്റ് വൺ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റ് വൺ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ വർക്ക് പ്ലേസ് എറ്റിക്വറ്റ്. വർക്ക് പ്ലേസ് എറ്റിക്വറ്റ് ഈസ് എ മൾട്ടികൾച്ചറൽ വർക്ക് പ്ലേസ് ഇൻ എ മൾട്ടികൾച്ചറൽ വർക്ക് പ്ലേസ്. Then second question വരുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജെൻഡർ പെർസെപ്ഷൻസ്, ജെൻഡർ ആൻഡ് ദ വർക്ക് പ്ലേസ്, കോമൺ ജെൻഡർ പെർസെപ്ഷൻസ്. Then നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് പ്രൊഫൈലിംഗ് വൺ സെൽഫ് ഫോർ ദ ജോബ്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് എനി വൺ പേഴ്സൺ in your college or workplace in about 400 to 450 words.
നെക്സ്റ്റ് റെസ്പോണ്ടിങ് ടു ജോബ് അഡ്വർടൈസ്മെന്റ്സ് ആണ്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അത് മോസ്റ്റ് റിപ്പീറ്റഡ് പോർഷനുമാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അതിനകത്ത് സാധാരണ വരുന്നത്. മാനേജർ പാർട്ടിസിപ്പിൾസ്, ആർട്ടിക്കിൾ, പ്രപ്പോസിഷൻസ്, മോഡൽസ്, കണ്ടീഷൻസ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതിനകത്ത് 10 മാർക്സിനാണ് സാധാരണ ചോദിക്കുന്നത്. അതായത് ഓരോ മാർക്ക് വെച്ചിട്ട് 10 ഡാഷ് ഇട്ട് ചോദിക്കും. നമുക്കൊരു ബ്ലാങ്ക് ചോദിക്കും എന്ന രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിച്ചു കാണുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് റൈറ്റിംഗ് യുവർ CV. കരിക്കുലം റൈറ്റ് ആണ്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, പ്രിപ്പയർ എ ബ്രീഫ് CV ഫോർ എ ജോബ് ദാറ്റ് യു വിഷ് ടു ജോയിൻ. ഓർഗനൈസ് യുവർ പോയിന്റ്സ് അണ്ടർ ഹെഡിങ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, സ്കിൽസ്, എക്സ്പീരിയൻസ്, ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ ഹെഡിങ് ഒക്കെ കൊടുത്ത് എഴുതാൻ. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് പോർഷൻ ആണ് കേട്ടോ, മസ്റ്റ് കവർ ആണ്. ഈ പോർഷൻ നോക്കിയേ പോകാവോ, ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകുക. ദെൻ വരുന്ന പ്രിപ്പയറിംഗ് ടു ഫേസ് ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് അവൈലബിൾ, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. പ്രിപ്പയർ എ സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് യു വുഡ് ആസ്ക് വൈൽ ഇന്റർവ്യൂയിങ് എ കാൻഡിഡേറ്റ് ഫോർ എ ഗിവൻ പോസ്റ്റ്. Write the 10 questions you expect to be asked along with answers. Then next വരുന്ന essentials of customer service. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്വസ്റ്റ്യൻ അത് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡുമാണ്. ഷോർട്ട് നോട്ട് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് കസ്റ്റമർ സർവീസ് ഓർ എസെൻഷ്യൽ ഓഫ് ഗുഡ് കസ്റ്റമർ സർവീസ് ഓർ qualities of a good customer service executive or establishing good relationship with the customer. അതായത് കസ്റ്റമർ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. വർക്ക് എത്തിക്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്ക് എത്തിക്സ് ഓർ വർക്ക് എത്തിക്സ് ആൻഡ് ദ വർക്ക് പ്ലേസ് ഓർ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്ക് എത്തിക്സ് വിത്ത് എക്സാമ്പിൾസ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് വരുന്ന മേക്കിംഗ് പ്രസന്റേഷൻസ് ആണ്. അതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. പ്രിപ്പയർ ആൻ ഔട്ട്ലൈൻ ഓഫ് എ പ്രസന്റേഷൻ ഓൺ എ ഗീവൺ ടോപ്പിക്. 15 മാർക്സിനാണ് സാധാരണ വരുന്നത്. അതും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ചോദിച്ചു കാണുന്ന ഒരു പോർഷൻ ആണ്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യുക. അതിനകത്ത് മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞ പോർഷൻസ് എന്താണേലും മിസ്സാകാത്ത രീതിയിൽ തന്നെ കവർ ചെയ്ത് പോകുക കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആണ്. നമുക്ക് 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടിയുള്ളതാണ്. ഇതിന്റെ ആൻസേഴ്സ് ഫുൾ നിങ്ങളുടെ ലേൺവൈസിന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ സ്റ്റോറിൽ ഇതിന്റെ ആൻസേഴ്സും ഈ ഫുൾ സെറ്റും അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം. സെറ്റ് എയിലെ നോക്കാം. ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ്. 3 hours ആണ് പറയുന്നത്. അറ്റംപ്റ്റ് 25 എന്ന് പറയുന്നത് 20 മാർക്സ് ഈച്ച് എന്ന രീതിയിലും പറയുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മാച്ച് ദ വേർഡ്സ് ഇൻ കോളം എ വിത്ത് ദെയർ മീനിങ്സ് ഇൻ ദ കോളം ബി. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോളം എയിലെയും കോളം ബിയിലെയും ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, മാച്ച് ദ ഫോളോയിങ് ചെയ്യുക എന്ന രീതിയിൽ. ദെൻ എംപതി വേർഡ്സ് വരുന്നത് എംപതി, ടാഞ്ചിബിൾ, ഇൻഡിവിജ്വൽ, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ, പങ്ക്ച്വൽ, റിക്രൂട്ടേഴ്സ്, കൺസൈൻ, സ്റ്റാറ്റിക്സ്, പെർസ്യൂസീവ്, ഫോർസൈറ്റ്, പെയർ വിത്ത്, പിന്നെ എബിലിറ്റി ടു ഷെയർ, അനദേഴ്സ് ഫീലിംഗ്, ക്ലിയർലി പ്രിസർവ്, unintentionally, meeting to discuss any ideas, not late, people who hire, expressing much in few words, not changing, able to convenience, ability to predict. ഇത് ഇത്രയുമാണ് വന്നിരിക്കുന്നത്. Then second question വരുന്നത് make a sentence using the following words. 5 into 2 എന്ന രീതിയിൽ 10 മാർക്സിലാണ് വരുന്നത്. അതായത് ഇന്നോവേറ്റീവ്, അഡാപ്റ്റബിലിറ്റി, ഡിഡക്ഷൻ, ആപ്റ്റിറ്റ്യൂഡ്, കൺവേ. ഇത് ഇത്രയുമാണ് വേർഡ്സ് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ചേഞ്ച് ടു പാസീവ് വോയിസ്. നമുക്ക് 5 ഇത് വരുന്നുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ടുള്ളതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുക എന്നുള്ള രീതിയിൽ. ദ സെക്രട്ടറി ടൈപ്സ് ദ ലെറ്റേഴ്സ് എവറി മോർണിംഗ്. സെക്കൻഡ് വരുന്നത് someone has stolen my umbrella. The committee will announce the results tomorrow. People speak English all over the world. ഫിഫ്ത് വരുന്നത് the recruiters interviewed 10 candidates. Then സെക്കൻഡ് പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ fill in the blanks ആണ്. 10 into 1 എന്ന രീതിയിൽ dash to job adds in a skill that freshers must learn. സെക്കൻഡ് വരുന്നത് please remove the dash chairs
from his hall. Third വരുന്നത് if you drink contaminated water you dash sick. അതിനകത്ത് കോളത്തിലൊരു എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾസ് അതിൽ ക്ലൂ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റില്. Then the applicant dash must or need ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. include the names of 2 referees. Fifth വരുന്നത് she is dash honest woman. Then next വരുന്നത് the little boy is afraid dash of the dog. We are looking for someone dash has a proven record. Then the Brahmaputra is dash mighty river. Dash you might if I use the form. Last one, I will have complete my task dash Monday. Fourth question വരുന്നത് write short notes on any two around 150 words is 2 into 10 എന്ന രീതിയിൽ 20 marks ആണ്. പാർട്ടിൽ വരുന്നത് വർക്ക് പ്ലേസ് എറ്റിക്കേറ്റ് ഇൻ എ മൾട്ടികൾച്ചറൽ വർക്ക് പ്ലേസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്ക് എത്തിക്സ്. സി വരുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. Then fifth question, prepare a brief CV for the post of an HR executive in a manufacturing firm. Organize your points under appropriate headings. 10 marks ആണ്. Then വരുന്നത് write an official letter of application in a response to an advertisement for the post of customer service manager in a reputed bank. Show how your skills match the job requirements. Seventh question, you are appearing for an interview for the post of junior research analyst at a market research firm. Write 10 questions you expect to be asked along with your answers. Last one, prepare the outline of a presentation presentation on the topic, the importance of good communication skills in the workplace. ഇത്രയുമാണ് ഫസ്റ്റ് സെറ്റിനകത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും അറിയാവുന്ന നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുക എന്ന രീതിയിൽ. സെറ്റ് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സെക്ഷൻ എ പറയുന്നത് യൂസ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ദ സെന്റൻസ് ഓഫ് യുവർ ഓൺ. നമ്മൾ ഇത് വേർഡ്സ് വെച്ചിട്ട് സെന്റൻസ് മേക്ക് ചെയ്യണം. ഫസ്റ്റ് വേർഡ് ഇന്റർനെറ്റ്, സെക്കൻഡ് മൾട്ടിനാഷണൽ, തേർഡ് അഡ്വർടൈസ്മെന്റ്, ഫോർത്ത് റെസിപ്റ്റി, then last strategy. Question number 2, section A യിൽ വരുന്നത് you are interested in applying for the position of an advertising professional in an advertising agency. Write an application for the position showing how you are suitable for the job. 10 marks ആണ്. Question number 3 വരുന്നത് discuss how body language can be used effectively during interviews. 10 marks. Fourth question, write short notes on the following. Gender perceptions പറയുന്നുണ്ട്, cultural awareness at the workplace പറയും. 5 മാർക്ക് വെച്ചിട്ട് രണ്ട്. Then section B വരുന്നത് question number 5, write a profile of one person in your college or workplace in about 400 to 450 words. Then sixth question അത് 20 marks ആണ്. Then sixth വരുന്നത് what do you understand by creative job hunting? Explain the suitable examples. 20 marks. Question number 7 വരുന്നത് prepare a CV for a job that you wish to apply for. Organize your points under various headings. 20 marks ആണ്. സീരീസ് സാധാരണ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ് സീരീസ്, പിന്നെ അതേപോലെ തന്നെ സ്പീച്ച് എന്ന രീതിയിലൊക്കെ. അപ്പൊ മസ്റ്റായിട്ട് ആ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് പോകുക കേട്ടോ. ദെൻ 8th വരുന്നത് യു ആർ പ്ലാനിങ് ടു അപ്പിയർ ഫോർ ആൻ ഇന്റർവ്യൂ ഫോർ ദ പൊസിഷൻ ഓഫ് ആൻ അസിസ്റ്റന്റ് മാനേജർ ഇൻ HR firm. Write about 10 questions you expect to the asked and your answers. അത് 20 മാർക്കാണ്. ക്വസ്റ്റ്യൻസും ചോദിക്കും, ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ, CVs, പിന്നെ അതേപോലെ തന്നെ സ്പീച്ച് എന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രൊഫൈൽ ക്രിയേഷൻ എന്ന രീതിയിൽ. ഇത് ഇത്രയും സാധാരണ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന പോർഷൻ ആണ്, മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോവുക കേട്ടോ. അതും 20 മാർക്സിനാണ് ഈ ഒരു പോർഷൻസ് ഒക്കെ സാധാരണ വന്ന് കാണുന്നത്. അപ്പൊ സ്കോർ ചെയ്യാൻ നല്ലതാണ് ഈ CV പ്രിപ്പറേഷൻസ് ഒക്കെ. അപ്പൊ അതേ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ബിയിലും വരുന്നത്. ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങളുടെ ലേൺവേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, സെറ്റ് ബിയുടെ ബാലൻസ് നോക്കാം. സെക്ഷൻ ബിയിൽ write a speech to be delivered to a group of young persons in your community on importance of discipline in life. 20 marks. Then discuss the do's and don'ts while writing business emails by giving suitable examples. 20 marks. Then section B യിൽ തന്നെ വരുന്ന what is the purpose of discussions in a recruitment process? Identify the skills and attitudes needed when participating in a discussion. 20 marks എന്ന രീതിയിലാണ് വരുന്നത്. Then നമുക്ക് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് നോക്കാം. ആൻസർ റൈറ്റിംഗിൽ വരുന്നത് മെയിൻ ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു ആൻസേഴ്സ് എഴുതുമ്പോൾ 20 മാർക്സ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്
നമ്മൾ 500 to 600 വേർഡ്സിന് നമ്മുടെ ആൻസേഴ്സ് കഴിവതും പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നമുക്ക് മെയിൻ ആയിട്ട് 20 മാർക്സ് ആണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ 500 to 600 പറയുന്നു. അപ്പൊ 10 ആണെങ്കിൽ നേരെ ഇതിന്റെ ഹാഫ് എന്ന രീതിയിൽ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ നോക്കുക. പിന്നെ വരുന്നത് നമുക്കൊരു ഇൻട്രോ, അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഇൻട്രോ ആയിരിക്കും കൊടുക്കുന്നത്. 2 to 3 സെന്റൻസ് വരുന്ന രീതിയിലുള്ളൊരു ഇൻട്രോ നമ്മൾ കൊടുക്കും. ദെൻ നമ്മൾ ബോഡി പാർട്ട് കൊടുക്കുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെ രീതിയിൽ 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ സാധാരണ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻട്രോയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യമായിരിക്കും. ദെൻ ബോഡി പാർട്ടിൽ അതിന്റെ മെയിൻ കണ്ടന്റും ലാസ്റ്റിൽ ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്നത് വ്യക്തമായിട്ടൊരു 2 to 3 സെന്റൻസിൽ ലാസ്റ്റ് പറഞ്ഞും വേണം നമ്മളുടെ ഒരു എസ്എ പോർഷൻസ് അല്ലെങ്കിൽ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ നിർത്താൻ. അപ്പൊ ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പോകും. അപ്പൊ മാർക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിന്റെ സെന്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. കേട്ടോ, ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ആൻസറിങ് എന്ന് പറയുന്നത്, പ്രസന്റിങ് ഓഫ് ആൻസറിങ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം സ്ട്രക്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസിൽ ഹൂ, വെൻ, വാട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ SLത്തിന്റെ ടെർമിനോളജീസ് മാക്സിമം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. ഇനി അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന രീതിയിൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ അതിന് രണ്ടിനും 2 മീനിങ് ആണ് വരുന്നത്. ഡിസ്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് അനാലിസിസ് പോലെ അതിന്റെ ഗുണവും ദോഷവും കാര്യങ്ങളും എല്ലാം തന്നെ അനലൈസ് ചെയ്യുന്നത് ഡിസ്കസും, ഒരു സംഭവത്തിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്ത് അതിന്റെ ക്ലാരിറ്റി ഫുൾ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് എക്സ്പ്ലെയിൻ എന്ന ക്വസ്റ്റ്യനുമാണ്. അപ്പൊ അത് അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വരുന്നോ അതിനെ നമ്മൾ അതിന്റെ മാർക്കും അതിന്റെ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ സംഗതി പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ടൈം മാനേജ്മെന്റ്, ഒരു എക്സാമിന് കയറുന്ന സമയത്ത് നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്ലാൻഡ് ആയിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു 5 മിനിറ്റ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് എല്ലാം നോക്കുക. അല്ലാതെ ചാടിക്കയറി എഴുതാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയതിനു ശേഷം പിന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും 30 മിനിറ്റ്സ് എടുത്ത് നമ്മൾ അതിന്റെ പോയിന്റ്സും മുമ്പേ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷനും ബോഡി പാർട്ടും കൺക്ലൂഷനും എല്ലാം ചെയ്ത് തന്നെ നിങ്ങൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മളൊരു ഇതിന്റെ എന്തെങ്കിലും വേർഡ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്നൊന്നും ആ ഓരോ ആൻസേഴ്സ് ഒരു 5-6 മിനിറ്റ് എടുത്ത് അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എക്സാമിന്റെ ലാസ്റ്റ് 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാതെ ഓവറോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എന്തെങ്കിലും മിസ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള ഓവറോൾ കറക്ഷൻസ് എന്തെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ലാസ്റ്റ് 15 മിനിറ്റ്സിൽ നോക്കുക. അല്ലാതെ ആൻസേഴ്സ് എഴുതാനോ ആൻസറിലെ കറക്ഷനോ നമുക്ക് ടൈം അവിടെ കിട്ടത്തില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ടൈം എപ്പോഴും നമുക്ക് സേവ് ചെയ്ത് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. നിങ്ങളുടെ ഈ ഒരു ഫുൾ സെറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന്റെ സെറ്റ് എയും സെറ്റ് ബിയും നിങ്ങളുടെ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ആയും ലാൻഗ്വേജിന്റെ ആപ്പിൽ നിങ്ങൾക്ക് ലേണേഴ്സിന് അവൈലബിൾ ആണ്. അത് നോക്കി എടുക്കുക. അതിന്റെ ആൻസേഴ്സിന്റെ ബ്ലൂ പ്രിന്റും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി വരുന്ന പോർഷൻസും അതിന്റെ ക്വസ്റ്റ്യൻ ടാക്സും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മെന്റർ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ കാണും. എക്സാമിന് മുമ്പ് നിങ്ങളുടെ എന്ത് ഡൗട്ടും എന്ത് കാര്യങ്ങളും ഹെൽപ്പ് ചെയ്ത് തരാൻ നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ കൂടെ കാണും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനെ കണക്ട് ചെയ്യുക, ചോദിക്കുക, ക്ലിയർ ചെയ്ത് റിലാക്സ് ചെയ്ത് പോയി പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പം ഇനി എന്തെങ്കിലും ഇതിനകത്ത് കറന്റ് ലേൺവൈസിന്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കണക്ട് ചെയ്താൽ മതി, അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സാം ആകട്ടെ. ഈ ഒരു ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ഒരു എക്സാമിന് കയറി നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എല്ലാം അത്യാവശ്യം എഴുതി തന്നെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അതായത് ടെൻഷൻ ഇല്ലാതെ ഈ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒക്കെ ഒന്ന് നോക്കി പോയി നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇറങ്ങാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.